അങ്കിൾ ടോം ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ചായയൊക്കെ അരിക്കുന്ന അരിപ്പയില്ലേ, അത് ഞാൻ വൃത്തിയാക്കിയപ്പോഴും നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരികയാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, എന്നാലും ഞാൻ വൃത്തിയാക്കിയപ്പോഴൊന്ന് കാണിച്ചു തരികയാണ്. ഇതിനകത്ത് അപ്പടി അഴുക്കുണ്ട്, ഒത്തിരി അഴുക്കുണ്ട്, കണ്ടോ, ധാരാളം അഴുക്കുകൾ. നമ്മൾ ചായ അരിച്ചു കഴിഞ്ഞ് അരിപ്പ കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനകത്ത് നിറച്ച് ഇതുപോലെയൊക്കെ അഴുക്ക് കട്ട പിടിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് എങ്ങനെ വൃത്തിയാക്കാം എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. പല വിധത്തിലും നമുക്ക് വൃത്തിയാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. അതിന് ഈസി മെത്തേഡ് നമ്മൾക്ക് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾക്കറിയാമോ എന്ന് അറിയത്തില്ല. ഈ രീതി ഉണ്ടോ, പെട്ടെന്ന് അഴുക്ക് പിടിക്കും. നമ്മളുടെ ഈ ചായ, നമ്മളെല്ലാ ദിവസവും ചായ അരിക്കുമല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുക്ക് പിടിക്കും. സ്റ്റീലിൻ്റെ അരിപ്പ ആണ് നമ്മൾക്ക് ലാസ്റ്റ് ചെയ്യുന്നതും നല്ലതും ഒക്കെ സ്റ്റീലിൻ്റെ അരിപ്പയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ വൃത്തിയാക്കുന്ന രീതി നിങ്ങളെ കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്തു. ആ സ്റ്റൗവിൻ്റെ ഫ്ലെയിമിലേക്ക് ഇങ്ങനെ കാണിക്കുകയാണ്, കണ്ടോ. ആ അഴുക്കുള്ള വശമൊക്കെ കൂടുതൽ നേരം ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ ആ അഴുക്ക്, എനിക്ക് തോന്നുന്നു, കരിഞ്ഞു പോകും. അത് ആ കരിയുന്നതാണ് ആ പുകയായിട്ട് വരുന്നത്, കണ്ടോ. ഇതിങ്ങനെ കാണിച്ചാൽ മതി, കുറച്ച് നേരം നമ്മൾ കാണിച്ചാൽ മതി. സ്റ്റീലിൻ്റെ ആയത് കൊണ്ട് തന്നെ കത്തിപ്പോകത്തൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ അഴുക്കുള്ള ഭാഗമൊക്കെ നമ്മളിങ്ങനെ ഈ വിധത്തിൽ ഒന്ന് കാണിച്ച് കൊടുക്കണം. അപ്പം എല്ലാ സൈഡും അഴുക്കുള്ള സ്ഥലമൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അത് തീ കൂട്ടിയും കുറച്ചും കുറച്ച് നേരം ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് പെട്ടെന്ന് ഫ്ലെയിം കുറച്ച് കൊണ്ടുവരിക. അങ്ങനെ കൂട്ടിയും കുറച്ചും ഒക്കെ ഇട്ട് നമ്മൾക്ക് ഇതുപോലെ ആ അരിപ്പയുടെ എല്ലാ ഭാഗവും, ആ അഴുക്കുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ കാണിച്ച്, ഇപ്പം തന്നെ നിങ്ങൾക്ക് നോക്കി അറിയാം ആ വ്യത്യാസം, കണ്ടോ. എന്തോരം അഴുക്കുണ്ടായിരുന്നതാണ്. ഇപ്പം തന്നെ കഴുകുന്നതിന് മുമ്പ് തന്നെ അത് വൃത്തിയായി, കണ്ടോ. അപ്പം തന്നെ നല്ല കണ്ണാടി പോലെ അത് വൃത്തിയായിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് കാണിച്ചാൽ മാത്രം മതി. എല്ലാ അഴുക്കുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾക്ക് ഇതുപോലെയൊക്കെ ചരിച്ചൊക്കെ, ഇതുപോലെ ചരിച്ചും തിരിച്ചും ഒക്കെ നമ്മൾക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ അതിനുള്ള അഴുക്കൊക്കെ കത്തി അത് പുകയായിട്ട് മാറി അത് വൃത്തിയായിട്ട് കിട്ടും. അതാണ് അതിൻ്റെ ഉദ്ദേശം, കണ്ടോ. വളരെ ഈസി മെത്തേഡല്ലേ. ഇപ്പം തന്നെ അത് വൃത്തിയായി, മൊത്തം നല്ല ക്ലീനായി. അഴുക്കെല്ലാം അങ്ങ് കത്തി, അതൊക്കെ അഴുക്കുകളെല്ലാം കത്തി നശിച്ചു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ അരിപ്പ വളരെ ക്ലീനായി, ഉണ്ടോ. നമ്മൾ നേരത്തെ കണ്ട അരിപ്പയാണ് ഇത്. നമ്മൾ കഴുകിയിട്ടില്ല. കഴുകുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് വൃത്തിയായി കിട്ടും. ഈ ഒരു ഫ്ലെയിമിൽ ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മാത്രം മതി. മിനിറ്റുകൾ കൊണ്ട് നമ്മളുടെ അരിപ്പ പെട്ടെന്ന് ക്ലീനായിട്ട് കിട്ടും. പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പ ഇങ്ങനെയൊന്നും കാണിക്കരുത് കേട്ടോ, അത് ഉരുകി പോകും. അതിൻ്റെ അകത്തിരിക്കുന്ന നെറ്റ് സ്റ്റീലാണെങ്കിലും, പക്ഷേ സൈഡിലെ പ്ലാസ്റ്റിക് ആണെങ്കിലും നമ്മൾക്ക് ഈ മെത്തേഡ് പറ്റത്തില്ല. ഈ മെത്തേഡ് ഇതുപോലെ സ്റ്റീൽ ഉള്ള അരിപ്പയ്ക്ക് മാത്രമേ ഇതുപോലെ നമ്മൾക്ക് ഫ്ലെയിമിൽ കാണിച്ച് ഇങ്ങനെ വൃത്തിയാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. വളരെ ഈസി മെത്തേഡാണ്. നമ്മൾക്ക് എല്ലാവർക്കും നമ്മളുടെ വീടുകളിൽ ഒരു ചിലവുമില്ലാതെ നമ്മൾക്ക് വൃത്തിയാക്കിയെടുക്കാൻ പറ്റുന്ന, നമ്മളുടെ അരിപ്പ എടുക്കാൻ പറ്റുന്ന ഈസി മെത്തേഡാണിത്. അങ്ങനെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഉടനെ തന്നെ നമ്മളുടെ വാഷ് ബേസിനിലേക്ക് കൊണ്ടുപോകാം. അവിടെ ഞാൻ കുറച്ച് സോപ്പ് വെള്ളം കലക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വെള്ളത്തിൽ കഴുകി അതിൻ്റെ ചൂടൊക്കെ ഒന്ന് കളയാം.
വെള്ളത്തിൽ കഴിയാതെ ചൂടൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ആ സോപ്പ് വെള്ളത്തിൽ നമ്മൾ ഇതുപോലെ സ്ക്രബ്ബർ നനച്ച് ഇതുപോലെ ഒന്ന് പെട്ടെന്ന് തേച്ചെടുക്കാം. ഉണ്ടോ? ബാക്കിയുള്ള അഴുക്കും കൂടി, അഴുക്ക് ഓൾറെഡി പോയിട്ടുണ്ട്, എന്നാലും ബാക്കിയുള്ള അഴുക്കും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് പെട്ടെന്ന് തന്നെ തേച്ച് വൃത്തിയാക്കി എടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. നിമിഷങ്ങൾക്കുള്ളിൽ നമ്മളുടെ അരിപ്പ വൃത്തിയാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ കൂത്ത് വയ്ക്കുകയും വേണ്ട, അതുപോലെ വേറെ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മളുടെ അരിപ്പ പെട്ടെന്ന് തന്നെ നിഷ്പ്രയാസം പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. ഞാൻ പിന്നെ അതിൻ്റെ അരികിലെ അഴുക്കൊക്കെ ഒന്ന് തേച്ച് വൃത്തിയാക്കി എടുക്കുകയാണ്. ആ ഉൾഭാഗമൊക്കെ നമ്മളത് ചൂടാക്കിയപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലെ അഴുക്കൊക്കെ ശേഷം പോയി. പിന്നെ അതിൻ്റെ അരികിലുള്ള ആ അഴുക്കും അതുപോലെ തന്നെ അതിൻ്റെ അരികിൽ പിടിപ്പിച്ചിരിക്കുന്ന സ്റ്റീൽ ഉള്ള അഴുക്കുകളൊക്കെ ഞാൻ ആ സ്ക്രബ്ബർ കൊണ്ട് ഇങ്ങനെ തേച്ച് കഴുകി കളയുക ആണ്. അന്നേരം നമ്മൾ ഫ്ലെയിമിൽ കാണിച്ചപ്പോൾ തന്നെ നമ്മളുടെ ഉൾഭാഗമൊക്കെ നല്ലതായിട്ട് വൃത്തിയായി കിട്ടിയായിരുന്നു. പിന്നെ അരിപ്പ ഉള്ളിലേക്ക് കയറ്റി വെച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ആ ഭാഗം ശരിക്കും ചൂട് കിട്ടത്തില്ലല്ലോ, അതുകൊണ്ടാണ് അരികു ഭാഗം തീർത്തും അങ്ങ് പോകാത്തത്. അല്ലെങ്കിൽ അത് അന്നേരം ഫ്ലെയിമിൽ കാണിക്കുമ്പോൾ തന്നെ ശേഷം പോകുന്നതാണ്. കണ്ടോ എത്ര വൃത്തിയായെന്ന് നോക്കിയാൽ നമ്മളുടെ അരിപ്പ. ഈസി മെത്തേഡല്ലേ? നിങ്ങളിങ്ങനെയാണോ വൃത്തിയാക്കുന്നത്? നിങ്ങൾ അരിപ്പ എങ്ങനെയാണ് വൃത്തിയാക്കുന്നത്? പല വിധത്തിൽ നമുക്ക് വൃത്തിയാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. നമ്മളെല്ലാ ദിവസവും ചായയൊക്കെ ഊറ്റുന്നതല്ലേ അരിപ്പയിൽ. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അഴുക്കൊക്കെ പിടിക്കും. അത് ഇതുപോലെ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഇതുപോലെ വൃത്തിയാക്കിയാൽ നമ്മളുടെ അരിപ്പ വൃത്തിയായിട്ടിരിക്കും. അഴുക്ക് പിടിപ്പിച്ച് ഇരിക്കരുത്. നമ്മളെല്ലാ ദിവസവും നമ്മൾ ചായയൊക്കെ ഊറ്റുന്നതാണ്. അതിനകത്ത് അഴുക്ക് ഇങ്ങനെ കൂടിയിരുന്നാൽ അതിനകത്ത് കണ്ടോ എന്തോരം വൃത്തിയായി നോക്കിയേ. അഴുക്ക് കൂടിയിരുന്നാൽ അതിനകത്ത് അണുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ നമ്മളുടെ അരിപ്പ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് വൃത്തിയാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ വൃത്തിയാക്കി എടുക്കണം. അരിപ്പ ഇതുപോലെ നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഇതുപോലെ എപ്പോഴും വൃത്തിയാക്കി സൂക്ഷിച്ച് വയ്ക്കണം. നമ്മൾ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്ന പാത്രങ്ങളും അതുപോലെ തന്നെ ചായ അരിക്കുന്ന അരിപ്പകളും പാത്രങ്ങളും ഒക്കെ ഇതുപോലെ വൃത്തിയാക്കി വെച്ചാലേ നമ്മൾക്ക് രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിനകത്ത് അണുക്കളൊക്കെ കയറിയിരുന്ന് പിന്നെയും നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ അതിലുള്ള അണുക്കളൊക്കെ നമ്മളുടെ ഭക്ഷണ സാധനത്തിലേക്ക് വരുവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം ഞാൻ എത്ര പെട്ടെന്ന് ക്ലീൻ ചെയ്തെന്ന് നോക്കിയേ. ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ്